അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്, നമ്മളിതാ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ നേരെ കിരണിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ കിരണുണ്ട്, അക്ഷയുണ്ട്. അക്ഷയൊക്കെ വർക്കിംഗ് ആണോ അതോ അല്ല, കിരണിന്റെ ലാപ്പാണ്. ഓക്കെ, അതെ, വിഷ്ണു ഉണ്ട്. നമ്മൾ വീടൊക്കെ പൂട്ടി നമുക്ക് ഇറങ്ങാൻ പോവാണ്. നേരെ കിരണിന്റെ വീട്ടിലേക്ക്. നമ്മളിപ്പോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്കയുടെ റിഷാദ് ബാബുവിന്റെ ചേട്ടൻ നിഖിൽ ലാലുവിന്റെ കല്യാണത്തിന്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ വീട് ശ്രീപദം പിണർമുണ്ട. നമ്മള് റൂട്ട് എങ്ങനെയാണ് പോകുന്നത്? പിണർമുണ്ട. നമ്മളിപ്പോ നേരെ ആലുവ പോയി നമ്മുടെ ടോമിനെ പിക്ക് ചെയ്യും. ആലുവ പോയി പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ ആള് വെയിറ്റിംഗ് ആണ്. അവിടെ പോയി ടോമിനെ പിക്ക് ചെയ്ത് കിരൺ ഡ്രൈവും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ അക്ഷയുടെ മടിയിരുന്ന് വർക്കും ചെയ്തു. DJ വിഷ്ണു പാട്ടിടുന്നുണ്ട്. നമുക്ക് നോക്കാം അവൻ ഏത് പാട്ടാണ് ഇടുന്നത്. നല്ല ഗുമ്പ് പാട്ടിട്ടുള്ളത് പറഞ്ഞത്. ആദ്യം തന്നെ എന്റെ പാട്ട് പറഞ്ഞാൽ ഓഡിയൻസിനെ ശ്രദ്ധയ്ക്ക് ചാലക്കുടി വഴി പോകുന്നവർക്ക് ഭയങ്കര ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മൾ മലപ്പുറം പോകേണ്ടവർ പൊന്നാനി വഴി പോവുക. ഓക്കെ, തീരദേശത്തോടുള്ള ഒരു യാത്രയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വൈബ് പാട്ടിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. വൈബ് നമ്മള് ഫസ്റ്റ് പമ്പിൽ തന്നെ കയറി ഡീസൽ അടിക്കാൻ പോണേ. ഈ വണ്ടി ഡീസലാട്ടോ, നമ്മുടെ ടോമിയുടെ വണ്ടി. ഇത് വണ്ടി ഏതാ? എറ്റിയോസ് ലീവ. ടോമി എന്റെ ഓണറിനെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആള് മലപ്പുറമാണ്. കിരണിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. നമ്മൾ 1000 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിക്കാൻ പോവാണ്. അതെ അതെ, കിരണിന്റെ കളിക്കൂട്ട്. ക്ലാസ് മുതൽ ഞങ്ങൾ ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു ബെഡിൽ 3ാം ക്ലാസ്സിൽ അവൻ അവന്റെ വീട്ടിലായിരുന്നു. പറയാൻ പറ്റില്ല ഇവൻ ചിലപ്പോ. ഇപ്പൊ വിവേകിന്റെ കൂടെ അവന്റെ കിടന്നു. പൊതുവേ ഒരു ശതകോടീശ്വരനായ വിഷ്ണു ഈ ബില്ല് ഫുള്ള് BPCL കാർഡ് വഴി സെറ്റ് ചെയ്യാൻ പോവാണ്. അയ്യോ, ഒരു കാര്യം പറയട്ടെ, മറന്നു പോയിരിക്കുന്നു. ഇന്ന് വിഷ്ണുവിന്റെ പിറന്നാളാണ്. പിറന്നാൾ. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഓടിവാ മൊണ്ണേ ചാടിവാ കണ്ണേ. പക്ഷെ നിന്റെ കാര്യത്തിൽ ഓടിവാ മൊണ്ണേ ചാടിവാ എന്നാണ്. അങ്ങനെ വിഷ്ണുവിന്റെ പിറന്നാളിൽ തന്നെ വിഷ്ണു ഒരു വ്ളോഗിൽ നായകനായിട്ട് അഭിനയിക്കുകയാണ്. അഭിനയിക്കാന്ന് പറഞ്ഞ അപ്പൊ അതിന്റെ സന്തോഷത്തിലേക്ക് ലിക്കല്ലോ വിഷ്ണു. ഒന്നും പറയണ്ട, എല്ലാം മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഗോവ പോകേണ്ടത്. ഞാനും വിഷ്ണു, ശ്രീരാജേട്ടനും തോമസ് ചേട്ടനോടെ ഗോവ പോയിരുന്നു. ഗോവ അല്ലെങ്കിൽ അഗുംബെ ഒന്നും നടന്നില്ല. എന്തോ പറഞ്ഞ ഇവന് എക്സാമോ, ശ്രീരാജേട്ടൻ എന്തോ എക്സാം ഉണ്ടെന്നോ, വിഷ്ണുവിന് എക്സാം ഉണ്ടെന്നോ. അപ്പൊ അവസാനം നമ്മൾ റിഷാദിന്റെ ചേട്ടന്റെ കല്യാണത്തിന് പോവാ. പരീക്ഷ വരെ മാറ്റി വെച്ചു. കാണത്തില്ല. അപ്പൊ ഈ മോങ്കോ ടിവിയിലും നമ്മള് ആക്ച്വലി ഇതൊക്കെ തന്നെയല്ലേ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുമ്പോ കിരൺ മൾട്ടി ടാസ്ക് ആണ്. കിരൺ ആക്ച്വലി ഷിഫ്റ്റിലാണ്. അപ്പൊ കിരൺ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സൈഡിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. പുള്ളിക്കാരി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇവനൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അക്ഷയ് ഇങ്ങനെ ലാപ്പ് മുക്കി പിടിച്ചിങ്ങനെ നിൽക്കുക. പക്ഷെ ഇടയ്ക്ക് സാധനം വിൻഡോസ് ആണെങ്കിൽ ഇതായി പോകുന്നുണ്ട്. അവനാണെ അറിയുന്നില്ല, അവൻ വേറെ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ കിരൺ കോൾ അറ്റൻഡ് ചെയ്ത് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ നമ്മളിതാ താൽ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. ആലുവ പുളിഞ്ചോടിനടുത്തുള്ള താൽ കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഏകദേശം 1 മണിയായി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ടോമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതേ അവിടെ നമ്മൾ അക്ഷയും കിരണേ കാണാം. അവരവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ വന്നിട്ട് വേണം നമുക്ക് പോവാൻ. നമുക്ക് ബർത്ത്ഡേ ബോയ് വിഷ്ണു മഹേഷിന്റെ കാത് ഓർക്കാം. എന്താണ് പറയാനുള്ളത്? ബർത്ത്ഡേ 25 വയസ്സായി. എന്താണ് പറയാനുള്ളത്? 25 വയസ്സായില്ല, പിന്നെ 25 വയസ്സായി. ഈ 2000 വയസ്സ് കഴിഞ്ഞു. 26ാമത്തെ കൊല്ലം എന്ത് ചെയ്യും? 25 കൊല്ലം എങ്ങനെ ഉണ്ടായിരുന്നു? കൊല്ലോ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇവിടെ 25 കൊല്ലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തുകൊണ്ടാ വണ്ടി മാറ്റിയാ റോഡൊക്കെ ശരിയാക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും. നിനക്ക് എന്താ പറയാനുള്ളത്? പറയുമ്പോ ശരി, അവൻ കട്ടായി. അവനിലേക്ക് പിന്നെ വരാം. നിനക്ക് എന്താ പറയാനുള്ളത്? വിഷ്ണുവിനെ പറ്റി പറയുകയാണെങ്കിൽ വിഷ്ണു നല്ലൊരു മനുഷ്യനാണ്. അല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആക്ച്വലി നമ്മൾ പറയുവാണെങ്കിൽ ഫുൾ നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
വിഷ്ണു അക്ഷയ്ക്കൊന്നും പറയില്ല അതുകൊണ്ട് അക്ഷയ് ഞാൻ പറഞ്ഞപ്പോ കൂടി അങ്ങനെ ടോമി പുളിഞ്ചോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള വിവരം നമുക്ക് കിട്ടി. നമ്മൾ താല് വിടുവാണ്. എന്നാൽ ആലുവ മെട്രോ സ്റ്റേഷൻ അവിടെ ആള് വെയിറ്റ് ചെയ്യണം. നമ്മളെ പോസ്റ്റ് അടിപ്പിച്ച് എന്റെ പൊന്നെ ഒരു 1/4 മണിക്കൂറിലും പോസ്റ്റ് അടിച്ച്. ബാക്കി കുറെ ഉണ്ട്. എന്തായാലും നമ്മള് ടോമിക്ക് ഒരു ഷവർമ വാങ്ങിച്ചിട്ടുണ്ട്. 147 rupees. അപ്പൊ നമുക്ക് പോവാം. ഇനി ടോമിയെ കൂട്ടി നേരെ മലപ്പുറത്തേക്ക് എത്തി. ഇതാണ് ആലുവ മെട്രോ സ്റ്റേഷൻ. ടോമി എത്തിയിരിക്കുകയാണ്. ഡിക്കി തുറക്ക്, ലഗേജ് വെക്ക്. അവന്റെ അടുത്ത് ആണോ? എന്നാ അവൻ പോയി ഡിക്കി കയറാൻ പോവാ. ഇതാണ് ടോമിയുടെ കാറായത്. നമ്മൾ ടോമിക്ക് ഷവർമ കഴിച്ചോളൂ. നമ്മൾ താൽ കിച്ചണിലെ ഷവർമ അൺബോക്സ് ചെയ്യാണ്. നല്ലൊരു പാക്കിംഗ് വരുന്നത് അല്ലേ? ഒരു 3/4 ഭാഗം ഷവർമ എങ്ങനെയുണ്ട്? റിവ്യൂ പറയാമോ താൽ കിച്ചന്റെ? അടിപൊളി. ആ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാം എന്തോരം ടേസ്റ്റി ഷവർമയാണ്. അമേസിങ്. വാക്കുകൾ കിട്ടുന്നില്ല. നമ്മള് ഹൈവേ കൂടെ അല്ല പോകുന്നത്. നമ്മൾ പകരം വേറൊരു ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട്. ഹൈവേ ഫുള്ള് പണിയും ബ്ലോക്കും. അത് നമ്മള് വേറെ റൂട്ട് എടുത്തേക്കുന്നത്. ലൈൻ കട്ട്. നമ്മളങ്ങനെ ഈ തൃശ്ശൂരിലുള്ള കുറെ ഉൾവഴി കൂടെ എങ്ങോ എത്തിയെന്നറിയില്ല. സമയം എന്തായാലും 4 മണി. അപ്പൊ എന്തായാലും ചായ കുടിക്കാന്ന് വിചാരിച്ച് നമ്മൾ ചായക്കട നിർത്തുകൊണ്ട് അവരെല്ലാം ഇറങ്ങി പോകുന്നുണ്ട്. നമുക്ക് നേരെ ചായക്കടയിലേക്ക് പോവാം. നമുക്ക് എന്തായാലും ചായ കുടിക്കാൻ പോവാം. ജെയിംസ്, പിന്നെ ഒറ്റ കണ്ണൻ തവളാച്ചി, പിന്നെ ചായ വന്നു. 2 ചായകൾ വന്നിട്ടുണ്ട്. അക്ഷയ്ക്കും ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി വെയിറ്റിംഗ്. ചായ വന്നിട്ടുണ്ട്. അങ്ങനെ പയ്യെ ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് പ്രോട്ടീൻ കയറ്റാന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് കടല മേടിച്ചിട്ടുണ്ട്. റോസ്റ്റഡ് കടല. നോക്കിപ്പോണം. ഭയങ്കര മഴ, പേരുമഴ. ഇനി മഴ മാറിയിട്ട് പോകണോ അതോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാവരും വീണ്ടും പ്രോട്ടീനിലേക്ക് തന്നെ വന്നു. പ്രോട്ടീൻ കഴിച്ചിരിക്കണം. അതെ, മഴയെ നോക്കിയിരുന്ന നമ്മളിവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പോവാം. ഉള്ള മഴയിൽ എന്തായാലും പോവാന്ന് തോന്നി. കുറച്ച് കപ്പലണ്ടിയും കുറിക്കാം. ഇവിടെ എന്താ പോവാ? ആ ഉണ്ട്. ആ പോ. ഓടിക്കോ. വിഷ്ണുനെ കാണാനില്ല. ഓടിക്കോ, ഓടിക്കോ വേഗം. ഇതാണ് നമ്മുടെ കാർ. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഓടിച്ചാടി കയറി കാറിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അതേ ഡ്രൈവർ മാറി. കിരൺ കപ്പലണ്ടി കയറ്റിക്കൊണ്ടിരുന്നു. അപ്പൊ വണ്ടി നേരെ നീ എങ്ങോട്ടാണോ? ഏത് വഴി നമ്മൾ എവിടെ എത്തും? തൃശ്ശൂർ ചാലക്കുടിയല്ലേ എത്തുന്നേ? ചാലക്കുടി കഴിഞ്ഞോ? പോടോ, സ്കിപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ തൃശ്ശൂർ എത്തി. അവിടുന്ന് കൊടുങ്ങ് എത്തിയാ മതി. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇതെവിടെടാ? തൃശ്ശൂർ പറ. പാലസ് റോഡ്. പിന്നെ ഈസ്റ്റ് ഫോർട്ട് എന്നൊക്കെ പറഞ്ഞു. ഈസ്റ്റ് ഫോർട്ട് പാലസ് റോഡായത്. ഇങ്ങനെ മഴയൊക്കെ പയ്യെ മാറി നല്ലൊരു കാലാവസ്ഥ. ഇവിടെ അൽത്താസുണ്ട്. എന്തുണ്ട്? ഗഡികൾ. വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. നമ്മളിപ്പോ നമ്മുടെ സ്ഥിരം അശ്വമേധം കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഇവരെല്ലാം ആലോചിക്കുക. തല പുകഞ്ഞ് ചോദിച്ചു. ഇന്ത്യൻ സ്പോർട്സ് പിന്നെ ഫിലിം പൊളിറ്റിക്സ് ഇതൊന്നും അല്ല. ഇന്ത്യനാണ്. മരിച്ചോ? ഏകദേശം അടുത്തെത്തി. മലയാളി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പുള്ളിന്റെ കവിത പഠിച്ചിട്ടുണ്ട്. കുമാരനാശാൻ? അല്ലല്ല. പിന്നെ തുളസി ആരാ? തുളസി ഉണ്ട്. എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രാക്ക് വേറെ കേട്ടോ. ട്രാക്ക് വേറെയാണ് നിങ്ങൾ. എഴുത്തുകാരനാണ്. എഴുത്ത് മലയാളിയാണ്. പുള്ളിന്റെ പുസ്തകങ്ങള് ഇപ്പോഴും ആൾക്കാര് ഭയങ്കര ഫേമസ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യുന്നതാണോ? അല്ലല്ല. വണ്ടിയുടെ വൈപ്പറിന് എന്തോ ഒരു ടാസ്ക്. അത് സ്റ്റക്കായി പോയി, നീങ്ങുന്നില്ല. ഇപ്പൊ നമ്മളപ്പോ വണ്ടി നിർത്തിയിട്ട് നോക്കുക. നമ്മൾ വീണ്ടും ആ കളി വീണ്ടും തുടർന്നോണ്ടിരിക്കട്ടെ. അപ്പൊ കിരൺ ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞില്ല.
പറഞ്ഞില്ല, പുള്ളി ആലോചിച്ചു. അപ്പൊ അവൻ ആ പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ സിനിമയിലുള്ള ഒരാളാണ്. എല്ലാരും ഞങ്ങളുടെ വൈപ്പർ അടിച്ചു പോയി ഗൈസ്, അതാണ് പ്രശ്നം. ഈ മഴ പെയ്ത് നമ്മള് മൂഞ്ചും. ചായ കുടിച്ച് അവസാനം നാളെ വീട്ടിലെത്തും. ഇപ്പൊ കേട്ടത് കേരളത്തിൽ നല്ല മഴയാണ് കേട്ടത്. ഇനി മഴ പെയ്യുവാന്ന് ഈ ഒരു ടെക്സ്റ്റൈൽ കട ഫ്രണ്ടിൽ നിൽക്കണം. അതാകുമ്പോ വിഷ്ണുവിന് ഷഡ്ഡിയും വാങ്ങിക്കാം. ഷെഡില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അതെ, അക്ഷയ്ക്ക് മേടിക്കും. നമ്മളൊരു ട്രെയിൻ ട്രാക്കിന്റെ സൈഡിൽ കൂടെ പോകുന്നു. കളി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കിരൺ ഇപ്പൊ ആരുടെയോ പേര് പറഞ്ഞിട്ടുണ്ട്. 3 ചോദ്യത്തിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇവര് ചായ മേടിച്ചു തരും. അക്ഷയ് ടോം കിട്ടി ആണോ? ഞാൻ ആലോചിച്ചോട്ടോ ഓർണം. ഞാനും ഞാൻ ആലോചിച്ചു ഇത് എന്നെ കണ്ടുപിടിക്കും. വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു. കഫേ മക്കാനി. വ്ലോഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബോറ് പരിപാടിയല്ലേ. എന്നാ പിന്നെ ഒരു ചായ കുടിച്ച് പുറത്തിറങ്ങാന്നാണ് പറയുന്നത്. ചാടിപ്പോക്കും. നീ ഇറങ്ങി എന്റെ ചെരുപ്പിന്റെ ഇടയിൽ തന്നെടാ ചൂലൊക്കെ വെള്ളമാണ്. ഇവിടെ വരെ വെള്ളത്തി. ഇവിടെ വരെ എത്തി. ഇവിടം വരെ എത്തി. അപ്പൊ ഞാനൊരെണ്ണം ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾ പറ കേട്ടോ അക്ഷയ്. നമ്മൾ ഈ ചായക്കടയിലാണ് പോകുന്നത്. കഫേ മക്കാനി, ടീ കഫേ മക്കാനി. നമുക്ക് ഇവിടെ കയറി ചായ കുടിക്കാം എന്നാണ് പ്ലാൻ. കുറച്ച് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും കുറച്ചുകൂടെ ഉള്ളതെന്നാണ് പറയുന്നത്. വീട്ടിലോട്ട് പോയി കുറേ കടിയുണ്ട്. കുറേ കടി. ഇവിടെ ഫുൾ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. ടോമി എടുത്തത് കോഴിക്കാലാണ്, പക്ഷെ ഇത് കട്ട്ലേറ്റ് കോഴിക്കാലിന്റെ ഷേപ്പ് വെച്ചേക്കോ. പിന്നെ സോസ്. പിന്നെ ഇവൻ എടുത്തത് കിഴി ബീഫ്, അതായത് ഒരു പൊറോട്ടയ്ക്കകത്ത് ബീഫ്. കാല് സേഫാ. പിന്നെ ഞാൻ എടുത്തത് എന്തോ ഒരു സാധനം, 6 പാക്കോ ചിക്കൻ പാക്ക്. അത് തീർന്നു കേട്ടോ, അത് കാണിക്കാൻ നിങ്ങളെ പറ്റിയില്ല. അതിന് മുമ്പേ സാധനം തീർന്നു. അതുപോലെ കിരണിന്റെയും ബട്ടർ സമൂസ അത് തീർന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നിന്റെ ഇവരെ ബനാന ഫ്രൈ ആര് പറ്റിച്ചു. ബനാന എന്തോ മറ്റേ സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരാതി ഉണ്ടാക്കും. പച്ചപ്പും ഗ്രാമീണതയും അക്ഷയ് കിഴി ബീഫ് എങ്ങനെയുണ്ട്? പൊറോട്ടയൊക്കെ സോസൊക്കെ കൂട്ടിയ പൊറോട്ട തന്നെയാണ്. ഞാൻ പൊറോട്ട ഉപയോഗിച്ചില്ല, അതിന് മുമ്പേ സാധനം തീർന്നു. സോസ് ഉപയോഗിച്ചില്ല. പിന്നെ നമ്മളിത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ 5 സ്റ്റാറിൽ അഭിനയിച്ചിട്ടുണ്ട് പയ്യന്മാരെ കാണാം. 5 സ്റ്റാറിലെ രമേശ് സുമേഷ് ഒന്നും ചെയ്യാതിരിക്കും. ഇവിടെയാണ് ഫുള്ള് കുറേ വെറൈറ്റി സ്നാക്സ് ആട്ടോ. റവ ലഡു, ഉന്നക്കായ, ഭയങ്കര ഓപ്ഷൻസോടെ ഓപ്ഷൻസ്. അതുപോലെ ഇപ്പുറത്തും ഉണ്ട് കുറേ സാധനം, വെറൈറ്റി സാധനം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോഴിക്കാരൊക്കെ ഉണ്ട്. എനിക്ക് അപ്പുറത്തെ ഹോട്ടലിൽ ഇന്നലെ ചിക്കൻ കറിയിൽ ബാക്കി വന്നതല്ല കാണും ചിലപ്പോൾ. അങ്ങനെ ഈ ചായ കുടിച്ച് ഇനി അടുത്ത് നമുക്ക് വീണ്ടും പോകണം. ഇനി എത്ര ദൂരം ഉണ്ടോ ഏകദേശം? ഇനി ഒരു 1 hour ഉണ്ട്. ഇത് തൃശ്ശൂരാണോ? ഇത് പാലക്കാടാ? ഓക്കെ, നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലാണ്. സ്ഥലത്തിൻ്റെ പേരെന്താണോ? ഈ സ്ഥലത്തിന് പേരൊന്നും ഇല്ല, പേര് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. കഫേ മക്കാനി. കിടിലൻ റെസ്റ്റോറൻ്റ് ആട്ടോ എന്തായാലും. നമ്മൾ വീണ്ടും വണ്ടി കയറിയാണ്. ഇനി ഒരു 1 മണിക്കൂർ 1 hour. 2 കടല കിട്ടിയോ? അവിടെ ഒരു കടല ഞാൻ താഴെ ഇട്ടായിരുന്നു. സമയം ഇരുട്ടി തുടങ്ങി. സമയം ഏകദേശം ഇപ്പൊ 6:30 6:45 എന്തോ ആയി. നമ്മള് ഷൊർണൂർ കഴിഞ്ഞ് വടക്കഞ്ചേരി കഴിഞ്ഞു. ഏതാ വാടാനക്കുറിശി. ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് നമ്മൾ വന്നേ. നമ്മുടെ വണ്ടി വൈപ്പർ സ്റ്റക്കായതുകൊണ്ട് നമ്മൾ 2-3 കടയിൽ കയറി നോക്കി. നമ്മളിപ്പോൾ കൊപ്പം കഴിഞ്ഞു. അപ്പോൾ കൊപ്പം കഴിഞ്ഞിട്ട് 2-3 കടയിൽ നമ്മൾ നോക്കി. ഇങ്ങനെ ഒന്നും രക്ഷയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? കടയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല ചെറിയ പണിയാണെങ്കിൽ നോക്കാന്ന്. ആ കടയിലോട്ട് തന്നെ പോയി നോക്കാം. അപ്പൊ ചെറിയ പണിയാണോ? അതാണ് എന്റെ ചോദ്യം. അത് ചെറിയ പണിയാണോന്ന് അറിയില്ല, നമുക്ക് അയച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ആണോ? ചെറുതാണോ വലുതാണോ എന്നുള്ളത് നമുക്ക് അയച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വന്ന വഴി ജസ്റ്റ് തിരിച്ചു പോവാണ്. നമ്മൾ നേരത്തെ ഒരു ഇലക്ട്രീഷ്യനെ കണ്ടായിരുന്നു. ഇലക്ട്രീഷ്യൻ ഒരു എന്തെങ്കിലും ചെറിയ പണിയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതാ
നമുക്ക് ഒന്ന് തിരിച്ച് അവിടെ തന്നെ ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് കുറച്ച് മീറ്റർ പുറകോട്ട് പോയാൽ മതി. നമ്മളങ്ങനെ അതേ കടയിൽ തിരിച്ചെത്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല കുഴപ്പമില്ല. നിങ്ങൾ അവര് ഇപ്പൊ കിരണും ടോമിയും പോയിട്ടുണ്ട് അന്വേഷിക്കാൻ. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ചെയ്യുന്നുണ്ട്. കിരൺ വൈപ്പർ ഒരു കൈ പിടിച്ചിട്ടുണ്ട്. ചെയ്യുന്നുണ്ട് എന്തോ. റെഡിയായോ? പണി പാളിയോ? എന്താ പറ്റി? അത് ഇത് പൊട്ടിപ്പോയി. ആണോ? ഇനി എന്ത് ചെയ്യും നമ്മൾ? വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ. അങ്ങനെ ഈ വണ്ടിയുടെ വൈപ്പറിൻ്റെ എന്തൊരു ക്ലിപ്പ് കേടായെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്ലിപ്പ് മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കാനായിട്ട് പോകും. വിഷ്ണുവൊക്കെ ഇവിടെ ഡെഡായി. ഇത്ര നേരം യാത്ര ചെയ്ത് വയ്യാണ്ടായി. അങ്ങനെ ഫൈനലി നമ്മൾ ടോമിന്റെ വീട് എത്തി. എടാ ടോമിന്റെ വീടിന്റെ സ്ഥലപ്പേര് എന്തോടാ? അങ്ങാടിപ്പുറം പരിയാപുരം. പരിയാപുരം പള്ളി നമ്മളിപ്പോ കണ്ടായിരുന്നു. അങ്ങനെ ടോമിന്റെ വീടെത്തി. അപ്പൊ നമ്മൾ ടോമിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കിരണിന്റെ വീട്ടിലോട്ട് പോകും. കിരണിന്റെ വീട്ടിൽ കഞ്ഞിയാന്ന് പറഞ്ഞു. ഇവിടെ എന്താന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു പോയി. സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ. ഓൾ ഇയർ ഇവിടെ സ്റ്റാർ ഉണ്ട്. ഒരു വെട്ടം. ഇവിടെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ആ പെട്ടിയും കൊണ്ട് വന്നേക്കോ. പെട്ടി ഇതാടാ. അമ്മച്ചി ഉള്ളിലുണ്ട്. ഇങ്ങനെ ഈ വൈപ്പറിന്റെ പീസ് എവിടെ നിന്നല്ല ഒപ്പിച്ച് സെറ്റ് ആക്കി കൊടുക്കണം. അപ്പൊ ശരി കിരാ, ബൈ. ഗ്യാസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ 3 ഫോണും എടുത്ത് ഡിക്കിന്ന് സാധനം എടുത്ത് ടോം ഇവിടെ വാങ്ങിയ. അപ്പൊ ശരി, നാളെ കാണാം. നാളെ പോവില്ലേ? ആ ഇല്ല, നാളെ വരില്ലോ. നീ തിരിച്ചു വരില്ലേ എന്നോട്? ആ ശരി. എടാ കല്യാണത്തിന് വാടാ. ബീഫായിരിക്കും. വാ. ആണോ? ഓക്കെ ബൈ. ലോഡ് എടുക്കുന്നില്ല, ചുമ്മാ വെച്ചാൽ ലോഡ് എടുക്കുന്നില്ല. എടാ നാളെ വരാം. അപ്പൊ എന്താ ചെയ്യാ? നമ്മള് വഴി വെച്ച് ജെട്ടി എടുക്കാതെ വന്ന വിഷ്ണു. അതുകൊണ്ട് നമ്മളിവിടെ ഓണപ്പുഴ സിറ്റിയിൽ ടൈമൽ ടെക്സ്റ്റൈൽ 2 ഷഡ്ഡി ലാഭം. 250 രൂപയ്ക്ക് 2 ഷഡ്ഡി. ഒരു ഷഡ്ഡിക്ക് 100 രൂപ. വൻ ലാഭം. അത് മെന്ന് പറഞ്ഞ ഒരു ഫ്രീ സൈസ് ആണ്. ഒന്ന് കാണിച്ചാൽ എടുത്ത് നോക്കട്ടെ. നമുക്കൊന്ന് ഇത് പബ്ലിക് സ്ഥലത്ത് ഷഡ്ഡി കാണിച്ചൂടാ? അങ്ങനൊന്നും ഇറക്കത്തിനും കയറ്റത്തിനല്ല മട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും മെൻ ഷർട്ടുകൾ മാറിപ്പോയിരുന്നത്. അതാണ് ഇനി എന്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ സത്യം ഓണപ്പുഴ സിറ്റിയിൽ നമുക്ക് 2 ഷർട്ട് കിട്ടി 200 രൂപയ്ക്ക്. അങ്ങനെ അത് മേടിച്ച് നമ്മള് നേരെ പോവാം. എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാർക്കും ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അല്ലാതെ ഇങ്ങനൊരു ഇതല്ല. എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അതെനിക്കറിയാൻ പാടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ മുഹമ്മദ് കോയ ആണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തും പറയാലോ, നമുക്കറിയാത്തോണ്ട് നമ്മൾ വിശ്വസിക്കുമല്ലോ. സത്യമായിട്ടും ഇപ്പൊ നേരെ എന്ത് നമുക്ക് ചോദിക്കാം, മേജുമാനോട് ചോദിക്കാം. അതെ, അല്ല. അങ്ങനെ നമ്മൾ അവസാനം കിരണിന്റെ വീട്ടിലേക്ക് എത്തി. നീണ്ട എത്ര മണിക്കൂർ യാത്ര എനിക്ക് അറിഞ്ഞൂടാ. തോറ്റ് ഓൾറെഡി മണിക്കൂർ യാത്രക്ക് നമ്മള് ബാംഗ്ലൂർ എത്തായിരുന്നു ഈ സമയം. സത്യം. അപ്പം ഇന്നത്തെ ബ്ലോഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ.